ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഏതൊക്കെ സമയങ്ങളിൽ ഏതൊക്കെ ക്ലാസ്സുകളാണ് വരുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഓരോ ദിവസവും വരുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് അതിൻ്റെ തലേ ദിവസം തന്നെ നമ്മൾ ടെലിഗ്രാമിൽ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും ജോയിൻ ചെയ്യുക. ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തുടക്കം മുതലേ നമ്മുടെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം, അവർ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ഒരുപാട് മെമ്പേഴ്സ് നമ്മുടെ PSC ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോടാണ് പറയുന്നത്, ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ നമ്മൾ 2 ക്ലാസ് ആയിട്ട് 14 സംസ്ഥാനങ്ങളാണ് പഠിച്ചത്. അപ്പോൾ ഇനിയും ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം കൂടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേറ്റ്സ് എല്ലാം കൂടെ പഠിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആസാം ആണ് കേട്ടോ. ആസാം എന്ന് പറയുന്ന സ്റ്റേറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വിശദമായിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആസാം സംസ്ഥാനത്തെക്കുറിച്ച് പഠിക്കാം. ക്ലാസ് കണ്ടതിന് ശേഷം ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അസം സംസ്ഥാനം രൂപീകൃതമായ വർഷം. അസം സംസ്ഥാനം രൂപീകൃതമായ വർഷം എപ്പോഴാണ്? 1956 നവംബർ 1-നാണ്. 1956 നവംബർ 1-നാണ് അസം സംസ്ഥാനം രൂപീകൃതമാവുന്നത്. അസമിൻ്റെ തലസ്ഥാനം എവിടെയാ? തലസ്ഥാനം ദിസ്പൂർ ആണ്. അസമിൻ്റെ തലസ്ഥാനം എവിടെയാണ്? ദിസ്പൂർ. അസമിലെ പ്രധാന ഭാഷകളാണ് ആസാമീസ്, അതുപോലെ ബോഡോ. ആസാമീസ്, ബോഡോ എന്നിവയാണ് അസമിലെ പ്രധാന ഭാഷകൾ. പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളാണ് ബിഹു, സാത്രിയ എന്നിവയാണ് അസമിലെ പ്രധാന നൃത്തരൂപങ്ങൾ. അനകിയ നാട്, ബജാവാലി എന്നൊക്കെ പറഞ്ഞ നൃത്തരൂപങ്ങളുണ്ട്. അതിൽ ബിഹു, സാത്രിയ എന്നിവയാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി പ്രധാനപ്പെട്ട നദി ഏതാണ്? അസമിലെ പ്രധാനപ്പെട്ട നദിയാണ് ബ്രഹ്മപുത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിനി ബ്രഹ്മപുത്രയെക്കുറിച്ച് കുറച്ച് പോയിന്റ്സ് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം. അസമിലെ പ്രധാനപ്പെട്ട നദി ഏതാണ്? ബ്രഹ്മപുത്രയാണ്, ബ്രഹ്മപുത്ര. അസമിൻ്റെ സംസ്ഥാന മൃഗം എന്നറിയപ്പെടുന്നത് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗമാണ് അസമിൻ്റെ സംസ്ഥാന മൃഗം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. എന്തൊക്കെയാണ്? അസം രൂപീകൃതമായ വർഷം 1956 നവംബർ 1. അസമിൻ്റെ തലസ്ഥാനം ദിസ്പൂർ. അസമിൻ്റെ പ്രധാനപ്പെട്ട ഭാഷകളാണ് ആസാമീസ്, ബോഡോ എന്നിവ. പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളാണ് ബിഹു, സാത്രിയ. പ്രധാനപ്പെട്ട നദി ഏതാണ്? ബ്രഹ്മപുത്ര. സംസ്ഥാന മൃഗം എന്നറിയപ്പെടുന്നത് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ഇനി അസമിൻ്റെ ചില വിശേഷണങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പ്രാചീന കാലത്ത് കാമരൂപ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ് അസം. എന്താണ് അറിയപ്പെട്ടിരുന്നത്? കാമരൂപ പ്രാചീന കാലത്തെ പേരാണ്. അസമിൻ്റെ പ്രാചീനകാല നാമം എന്താണ്? കാമരൂപ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ കാമരൂപ സന്ദർശിച്ച ഒരു ചൈനീസ് സഞ്ചാരിയുണ്ട്, ഹുയാൻ സാങ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഓർത്തിരിക്കുക കേട്ടോ, ഹുയാൻ സാങ്. ഓക്കെ, അപ്പോൾ അസാമിൻ്റെ പ്രാചീനകാല നാമമാണ് കാമരൂപ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയാണ് ഹുയാൻ സാങ്. ഇനി അസം അറിയപ്പെടുന്ന മറ്റ് പേരുകളാണ് ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്നത് അസമാണ് കേട്ടോ. ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്നത് അസമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടാൻ കാരണം? ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അസമാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്ന അസം അറിയപ്പെടാനായിട്ട് കാരണം. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അസമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്നത് അസമാണെന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ
വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കവാടം. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്നത് അസമാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? അസം ആണ്. അസം. ഈ അസം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാൻ കാരണമായ യുദ്ധം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബർമീസ് യുദ്ധമാണ്. ബർമീസ് യുദ്ധം വർഷം അല്ലെങ്കിൽ അതിൻ്റെ കാലഘട്ടം 1824 ടു 1826 അപ്പം ബർമീസ് യുദ്ധം, അസം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാൻ കാരണമായ യുദ്ധമാണ് ഏത്? ബർമീസ് യുദ്ധം എന്ന് പറയുന്നത്. ഏത് ഉടമ്പടി പ്രകാരമാണ് അസം ബ്രിട്ടീഷ് അധീനതയിലായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബർമീസ് യുദ്ധമാണ് ബ്രിട്ടീഷിന്റെ കീഴിലാവാനുള്ള കാരണം. ഇനി ഏത് ഉടമ്പടി പ്രകാരമാണ് ബ്രിട്ടീഷ് അധീനതയിലായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യന്താബോ ഉടമ്പടി പ്രകാരമാണ് കേട്ടോ. യന്താബോ ഉടമ്പടി പ്രകാരമാണ്. ഈ ഉടമ്പടി എന്ന് പറയുന്നത് വർഷം 1826 യന്താബോ ഉടമ്പടി പ്രകാരമാണ് അസം ബ്രിട്ടീഷ് അധീനതയിലായത്. അപ്പൊ അസം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാൻ കാരണമായ യുദ്ധം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബർമീസ് യുദ്ധമാണ്. അസം ബ്രിട്ടീഷ് അധീനതയിലാവാൻ കാരണമായ ഉടമ്പടി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് യന്താബോ ഉടമ്പടിയാണ്. 1826 യന്താബോ ഉടമ്പടി. ഇത്രയും കിട്ടിയല്ലോ. ഇനി അറേബ്യൻ ചരിത്രകാരനായ അൽ ബറൂണി കേട്ടിട്ടുണ്ടോ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? അറേബ്യൻ ചരിത്രകാരനായ അൽ ബറൂണിയുടെ രചനകളിൽ പരാമർശിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അസം. അസമിന്റെ പ്രാചീന കാലത്തെ പേരെന്തായിരുന്നു? കാമരൂപ. കാമരൂപയെ കുറിച്ചായിരുന്നു അറേബ്യൻ ചരിത്രകാരനായിട്ടുള്ള അൽ ബറൂണിയുടെ രചനകളിൽ പരാമർശിച്ചിരുന്നത്. ഇനി ഇന്ദിരാ ഗോസ്വാമി, ഭൂപൻ ഹസാരിക എന്നിവരുടെ ജന്മദേശമാണ് അസം. ആരുടെയൊക്കെയാ? ഇന്ദിരാ ഗോസ്വാമി, ഭൂപൻ ഹസാരിക എന്നിവരുടെ ജന്മദേശം. ഇന്ദിരാ ഗോസ്വാമി, ഭൂപൻ ഹസാരിക എന്നിവരുടെ ജന്മദേശമാണ് അസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഭൂപൻ ഹസാരികയെ ബ്രഹ്മപുത്രയുടെ പാട്ടുകാരൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് കേട്ടോ. ഭൂപൻ ഹസാരിക അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ബ്രഹ്മപുത്രയുടെ പാട്ടുകാരൻ എന്നാണ്. ബ്രഹ്മപുത്ര നമുക്കറിയാം അസമിന്റെ പ്രധാനപ്പെട്ട നദിയാണ് ബ്രഹ്മപുത്രയുടെ പാട്ടുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഭൂപൻ ഹസാരികയാണ്. ഭൂപൻ ഹസാരികയുടെ ജന്മദേശം അസമാണ്. ഇനി അസമുമായിട്ട് അതിർത്തി പങ്കുവെക്കുന്ന വിദേശ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂട്ടാൻ, അതുപോലെ ബംഗ്ലാദേശ് എന്നിവയാണ്. ഓക്കെ, അസമുമായിട്ട് അതിർത്തി പങ്കുവെക്കുന്ന വിദേശ രാജ്യങ്ങളാണ് ഭൂട്ടാനും ബംഗ്ലാദേശും. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാല ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അസമാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാല ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാല ആരംഭിച്ചത് എവിടെയാണ്? അസമാണ്. അസം. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് എണ്ണ നിക്ഷേപം കണ്ടെത്തിയത് എവിടെയാണ്? അസമിലാണ്. അസമിലെ എണ്ണ നിക്ഷേപ കേന്ദ്രം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ദിഗ്ബോയ് അല്ലേ? ദിഗ്ബോയ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ദിഗ്ബോയ് ഇമ്പോർട്ടൻ്റ് ആണ്. ദിഗ്ബോയ് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് എണ്ണ നിക്ഷേപം കണ്ടെത്തിയ സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് അസമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ദിഗ്ബോയ് എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും എവിടെയാണ്? അതും അസമിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ. ഇനി കിഴക്കിൻ്റെ പ്രകാശ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരമാണ് ഗുവാഹത്തി. ഓക്കെ, കിഴക്കിൻ്റെ പ്രകാശ നഗരം. ഓക്കെ, കിഴക്കിൻ്റെ പ്രകാശ നഗരം എന്നറിയപ്പെടുന്നത് ഗുവാഹത്തിയാണ്. ഗുവാഹത്തിയാണ് അസമിൻ്റെ ഹൈക്കോടതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാര പരിധിയിലുള്ള ഒരു ഹൈക്കോടതിയാണ് ഗുവാഹത്തി ഹൈക്കോടതി എന്ന് പറയുന്നത്.
ഇപ്പോൾ കിഴക്കിൻ്റെ പ്രകാശ നഗരം എന്നാണ് എന്തറിയപ്പെടുന്നത്? ഗുവാഹത്തി അറിയപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാരപരിധിയിലുള്ള ഹൈക്കോടതിയാണ് ഗുവാഹത്തി ഹൈക്കോടതി. അസമിന്റെ ഹൈക്കോടതി ഏതാണ്? ഗുവാഹത്തിയാണ്. കൂടാതെ അരുണാചൽ പ്രദേശ്, മിസോറാം, നാഗാലാൻഡ് ഇതിന്റെ എല്ലാം ഹൈക്കോടതി ഗുവാഹത്തിയാണെന്നുള്ളത് ഓർത്തിരിക്കുക. ആ ഗുവാഹത്തി അറിയപ്പെടുന്ന പേരാണ് കിഴക്കിന്റെ പ്രകാശ നഗരം. കിഴക്കിന്റെ പ്രകാശ നഗരം എന്നാണ് ഗുവാഹത്തി അറിയപ്പെടുന്നത്. ഗുവാഹത്തിയെ കുറിച്ച് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരമാണ് ഗുവാഹത്തി. ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരം. ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരമാണ് ഗുവാഹത്തി എന്ന് പറയുന്നത്. ഗുവാഹത്തിയുടെ ഔദ്യോഗിക മൃഗം ഏതാണ്? ഗംഗ ഡോൾഫിൻ ആണ്. ഗംഗ ഡോൾഫിൻ ആണ് ഗുവാഹത്തിയുടെ ഔദ്യോഗിക മൃഗം എന്ന് പറയുന്നത്. പ്രാചീന കാലത്ത് ഗുവാഹത്തി അറിയപ്പെട്ടിരുന്ന പേരാണ് പ്രാഗ് ജ്യോതിഷ്പൂർ. എന്താണ് അറിയപ്പെട്ടിരുന്നത്? പ്രാഗ് ജ്യോതിഷ്പൂർ. പ്രാഗ് ജ്യോതിഷ്പൂർ എന്നറിയപ്പെട്ടിരുന്നു. എന്ത്? ഗുവാഹത്തി. ഗുവാഹത്തി പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന പേരാണ് പ്രാഗ് ജ്യോതിഷ്പൂർ എന്ന്. ഗുവാഹത്തി ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മപുത്ര നദീതീരത്താണ്. ബ്രഹ്മപുത്ര നദീതീരത്താണ് ഗുവാഹത്തി സ്ഥിതി ചെയ്യുന്നത്. അസമിലെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്നു ഗോപിനാഥ് ബർദോളി. അസമിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ഗോപിനാഥ് ബർദോളി. അദ്ദേഹത്തിന്റെ പേരിലുള്ള വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്, ഗോപിനാഥ് ബർദോളി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? ഗുവാഹത്തിയിലാണ്. ഗുവാഹത്തിയിലാണ് ഗോപിനാഥ് ബർദോളി എന്ന് പറയുന്ന വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗുവാഹത്തിയെക്കുറിച്ച് ഇത്രയും പോയിന്റ്സ് അറിഞ്ഞിരിക്കുക. കിഴക്കിന്റെ പ്രകാശ നഗരം എന്നറിയപ്പെടുന്ന ഗുവാഹത്തിയാണ് അസമിന്റെ ഹൈക്കോടതി. പ്രാചീന കാലത്ത് പ്രാഗ് ജ്യോതിഷ്പൂർ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് ഗുവാഹത്തി. ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ്. ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരമാണ് ഗുവാഹത്തി. ഗുവാഹത്തിയുടെ ഔദ്യോഗിക മൃഗമാണ് ഗംഗ ഡോൾഫിൻ എന്ന് പറയുന്നത്. അസമിലെ ആദ്യ മുഖ്യമന്ത്രിയായ ഗോപിനാഥ് ബർദോളി, അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നതും ഗുവാഹത്തിയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അസമിൽ നിന്നും വിഭജിച്ച് രൂപീകരിച്ച ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അസമിൽ നിന്നും വിഭജിച്ച് രൂപീകരിച്ച ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് നാഗാലാൻഡ്, മേഘാലയ, മിസോറാം. ഓക്കെ, നാഗാലാൻഡ്, മേഘാലയ, മിസോറാം എന്നീ സംസ്ഥാനങ്ങളാണ് അസമിൽ നിന്നും വിഭജിച്ച് രൂപീകരിച്ച ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നാഗാലാൻഡ്, മേഘാലയ, മിസോറാം. ഇനി പ്രാചീന കാലത്ത് പ്രസിദ്ധമായിരുന്ന ജാപ്പി തൊപ്പികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അസമിലാണ് കേട്ടോ. ജാപ്പി തൊപ്പികൾ പ്രാചീന കാലത്ത് പ്രസിദ്ധമായിരുന്ന തൊപ്പികളാണ് ജാപ്പി തൊപ്പികൾ. അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്? അസമിലാണ്. അസമിലുള്ള പ്രസിദ്ധമായിട്ടുള്ള നാഷണൽ പാർക്കുകൾ ഏതൊക്കെയാ? കാസരിംഗ, ഇത് PSC പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. കാസരിംഗ, അതുപോലെ മനാസ്. കാസരിംഗ നാഷണൽ പാർക്ക്, മനാസ് നാഷണൽ പാർക്ക്, ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അസമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാസരിംഗ നാഷണൽ പാർക്ക് ഉണ്ടല്ലോ, അതിൽ സംരക്ഷിത മൃഗമായിട്ടുള്ളത് ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗമാണ്. അതായത് അസമിന്റെ സംസ്ഥാന മൃഗമാണ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ആ ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം സംരക്ഷിത മൃഗമായിട്ടുള്ള നാഷണൽ പാർക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് കാസരിംഗ. ഇനി മനാസ് നാഷണൽ പാർക്കിൽ ഉള്ള സംരക്ഷിത മൃഗമാണ് റോയൽ ബംഗാൾ കടുവ. റോയൽ ബംഗാൾ കടുവയാണ് മനാസ് നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം. കാസരിംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം ഏതാണ്? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗമാണ്. ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്കാണ് മനാസ് നാഷണൽ പാർക്ക് കേട്ടോ. ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്ക് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മനാസ് നാഷണൽ പാർക്കാണ്. അടുത്തത് ഹിന്ദു മതസ്ഥരും ഇസ്ലാം മതസ്ഥരും ബുദ്ധമതക്കാരും പരിപാവനം എന്ന് കരുതപ്പെടുന്ന അസമിലെ ഒരു പ്രദേശമുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ഹാജോ എന്നാണ് ആ പ്രദേശം. ഓക്കെ, അറിയപ്പെടുന്നത് ഹാജോ. ഹിന്ദു മതസ്ഥരും ഇസ്ലാം മതസ്ഥരും ബുദ്ധമതക്കാരും പരിപാവനം എന്ന് കരുതപ്പെടുന്ന അസമിലെ പ്രദേശം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഹാജോ ആണ്. ഹാജോ. അഹോം എന്ന് പറയുന്ന രാജവംശം
നിലനിന്നിരുന്ന അല്ലെങ്കിൽ ഭരണം നടത്തിയിരുന്ന സംസ്ഥാനമാണ് അസം. അഹോം രാജവംശം ഭരണം നടത്തിയിരുന്ന സംസ്ഥാനമാണ് അസം എന്ന് പറയുന്നത്. ഈ അഹോം രാജവംശത്തിന്റെ സ്ഥാപകൻ ആരാണ്? ചാവോലുങ് സുകഫയാണ്. ചാവോലുങ് സുകഫയാണ് അഹോം രാജവംശത്തിന്റെ സ്ഥാപകൻ. അഹോം രാജവംശം സ്ഥാപിതമായത് എപ്പോഴാണ്? 1228 1228 അഹോം എന്ന് പറയുന്ന രാജവംശം സ്ഥാപിച്ചതാരാണ്? ചാവോലുങ് സുകഫ. മുഗാ സിൽക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അസം. മുഗാ സിൽക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അസം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ബ്രഹ്മപുത്ര പ്രധാനപ്പെട്ട അസമിലെ പ്രധാനപ്പെട്ട നദിയാണ് ബ്രഹ്മപുത്ര എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്ര നദിയാണ്. അതുപോലെ ബ്രഹ്മപുത്ര നദിയുടെ മറ്റൊരു വിശേഷണമാണ് ഇന്ത്യയിലെ ചുവന്ന നദി. ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ ചുവന്ന നദി എന്നൊക്കെ അറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. പ്രാചീന കാലത്ത് ബ്രഹ്മപുത്ര അറിയപ്പെട്ടിരുന്ന പേരാണ് ലൗഹിത്യ. പ്രാചീന കാലത്ത് ബ്രഹ്മപുത്ര അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ലൗഹിത്യ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അസമിലെ പ്രധാനപ്പെട്ട നദി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മപുത്രയാണ്. ആസാമിന്റെ ദുഃഖം, ഇന്ത്യയിലെ ചുവന്ന നദി, പ്രാചീന കാലത്ത് ലൗഹിത്യ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്നത് ബ്രഹ്മപുത്രയാണ്. നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പഠിച്ചു. എന്താ? ബ്രഹ്മപുത്രയുടെ പാട്ടുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഭൂപൻ ഹസാരികയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബ്രഹ്മപുത്രയുമായി ബന്ധപ്പെടുത്തിയിട്ട് അറിഞ്ഞിരിക്കണം. ഇനി ഒരു പോയിന്റും കൂടെ ഓർത്തിരിക്കണേ. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് ഏത്? മാജുലി എന്ന് പറയുന്നത്, അല്ലെ? ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് എന്ന് പറയുന്ന ഒരു പേര് അല്ലെങ്കിൽ പ്രശസ്തി, അത് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയത് മാജുലിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായിട്ട് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയത് മാജുലിയാണ്. ആ മാജുലി സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? ബ്രഹ്മപുത്ര നദിയിലാണ് കേട്ടോ. മാജുലി സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? ബ്രഹ്മപുത്ര നദിയിലാണ്. ദെൻ ഇന്ത്യയിലെ ആദ്യത്തെ സയൻസ് വില്ലേജ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ജുങ്കരീഘട്ടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സയൻസ് വില്ലേജ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ജുങ്കരീഘട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ സയൻസ് വില്ലേജ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അസമിലെ ജുങ്കരീഘട്ട്. ദെൻ ULFA. എന്താണ് ULFA? യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസാം. ഇത് നിലവിലുള്ള ULFA എന്ന് പറയുന്ന വിഘടന വിഭാഗം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് അസം. ULFA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം എന്ന് പറയുന്ന വിഘടന വിഭാഗം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് അസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അസം ഗവർണറുടെ ചുമതല വഹിച്ചിട്ടുള്ള മലയാളി ആരാണ്? അസം ഗവർണറുടെ ചുമതല വഹിച്ചിട്ടുള്ള മലയാളിയാണ് കെ ശങ്കരനാരായണനാണ് അസം ഗവർണറുടെ ചുമതല വഹിച്ചിട്ടുള്ള മലയാളി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അസം എന്ന് പറയുന്ന സംസ്ഥാനവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാനായിട്ടുള്ളത്.